ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ സമ്മതത്തിന് വന്നേക്കാൻ. ഇതാണ് എൻ്റെ ലുക്ക്. ഭയങ്കര എക്സൈറ്റഡ് ഹാപ്പി ആയിരുന്നു. ഇതാണ് എൻ്റെ 10th ഗ്രൂപ്പ് ഗ്യാങ്. നമ്മുടെ സുനന്ദ, മറീന, ജിസ്, ഡെർലിൻ, ചോമോൾ, നവ്യ, പിന്നെ വന്തു. അവൾ പിന്നെ എൻ്റെ കൂടെ അവിടെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുപാട് നാൾക്ക് ശേഷം കാണുന്നത്. അപ്പം അതിൻ്റേതായ പ്രഹസനമാണ് ഈ വീഡിയോ എടുക്കലൊക്കെ. ബിക്കോസ് ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ. ഇനി എപ്പോൾ കാണുമെന്ന് അറിയില്ല, ഇനി അടുത്ത ആരുടെയും കല്യാണത്തിൽ. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് എൻ്റെ വെഡിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, വർക്കിംഗ് ഡേ ആയതുകൊണ്ട്. ഇതാണ് നമ്മുടെ അഞ്ജന, അവളാണ് നമ്മുടെ ബ്രൈഡ്. അപ്പോൾ അവളുടെ സമ്മതമാണ്. ഇത് റെനിയൽ ചേട്ടൻ. അപ്പോൾ രണ്ടുപേരും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അഞ്ജനയുടെ മേക്കപ്പ് പൊളിയായിരുന്നു. ഇത് ഡെർലിൻ എൻ്റെ വ്ളോഗിന് വേണ്ടിയിട്ട് ഹായ് ബൈ ഒക്കെ പറയാം. അപ്പോൾ വ്ളോഗ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഫ്രണ്ട്സ് എല്ലാം. പിന്നെ ഇതാണ് ഹോള്. അപ്പോൾ അച്ഛനും അമ്മയും വന്നപ്പോൾ ആ സമയത്ത് എടുത്തതാണ്. ഹോളിൻ്റെ പേര് ലാമേരിയ കേസൽ, അതാണ് ഹോളിൻ്റെ പേര്. അത്യാവശ്യം ഈവനിങ് ടൈമായിട്ട് നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ട്. അതിൻ്റെ ഒപ്പം ഫയർ ക്രാക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവർ എൻട്രി ചെയ്യുന്ന സമയത്തായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷെ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു, ബിക്കോസ് പെട്ടെന്നത് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ ദൂരത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാക്സിമം മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, മുകളിൽ പോയി പൊട്ടണ കാണാൻ. ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ. എനിക്കിത് കാണാൻ നല്ല ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് തൃശ്ശൂരുകാർക്ക് ഇഷ്ടമായിരിക്കും ഇത്, അത് വേറെ വിഷയം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിൽ പോയി. ഇതാണ് നമ്മുടെ സ്റ്റേജിൻ്റെ ഡെക്കറേഷനൊക്കെ. അപ്പോൾ ഉള്ളിൽ പോയ സമയത്തായിരുന്നു അവിടെ ഒരു കസിൻസിൻ്റെ എൻട്രി ഡാൻസ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ച് ഭാഗമൊക്കെ എടുത്തിട്ടുണ്ട്, ബട്ട് വിത്തൗട്ട് മ്യൂസിക്കാണ്. മ്യൂസിക് ആഡ് ചെയ്തിട്ട് എനിക്ക് കഴിഞ്ഞ വീഡിയോ കോപ്പിറൈറ്റ് വന്നതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ മ്യൂസിക് ആഡ് ചെയ്തില്ല. പിന്നെ അതിൻ്റെ ഒപ്പം കസിൻസിൻ്റെ ഡാൻസിൻ്റെ ഒപ്പം തന്നെ അവളുടെ ഒരു സർപ്രൈസ് ബ്രൈഡൽ ഡാൻസ് ഉണ്ടായിരുന്നു. ചേട്ടൻ വാസ് ലൈക്ക് ഫുൾ ഓഫ് സർപ്രൈസ്. അതിപ്പം ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ബിക്കോസ് ഇത് ചേട്ടൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല തീരെ. അപ്പോൾ അവൾ കൊടുത്ത സർപ്രൈസ് എന്തായാലും ഏറ്റു. ഞങ്ങളും ഹാപ്പി ആയിരുന്നു അവളുടെ ഈ ഹാപ്പിനെസ് കണ്ടിട്ട്. അങ്ങനെ അവൾ ചേട്ടൻ്റെ കൈയൊക്കെ പിടിച്ച് ചേട്ടനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന സീനാണിത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റേജിൽ കയറി കഴിഞ്ഞിട്ടും കുറച്ച് ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അവരുടെ. ഞങ്ങളത് സൈഡിൽ നിന്നിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. അതിൻ്റെ ഒപ്പം ഞങ്ങളിങ്ങനെ കുറേ നാൾക്ക് ശേഷമുള്ള ഗോസിപ്പും ഉണ്ടായിരുന്നു. ഇത് ചേട്ടനും അവളും പിന്നെ അവളുടെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചിയുടെ ഉണ്ണിയായിരുന്നു ഹൈലൈറ്റ് ഓഫ് ദ ഡാൻസ്. ഉണ്ണി ഒരു അടിപൊളി ഡാൻസറാണ്. കുറച്ച് ക്ലിപ്സാണ് അതിൽ ഇട്ടുള്ളൂ, കുറേ ഇട്ടാൽ ഞങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ അവളുടെ പുതിയ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഞങ്ങളും കയറി, ബിക്കോസ് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവരും കളിക്കണം. അപ്പോൾ ഓൾറെഡി വീഡിയോസൊക്കെ അയച്ചെന്ന് ഞങ്ങൾ പഠിക്കില്ല, ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി കയറി എന്തൊക്കെയോ കാണിച്ച് നന്നായി ഉണ്ടായിരുന്നു ഡാൻസ്. എന്നെ അതിൽ കാണാം, ഞാൻ എന്താ കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ കാണാനില്ല അതിൽ. ആ ഡാൻസ് അടിപൊളിയായി. അത് കഴിഞ്ഞ് ആ ഡാൻസ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴായിരുന്നു വേറെ ഡാൻസ് ഉണ്ടായിരുന്നു. അത് കസിൻസിൻ്റെ. ഈ കസിൻസിൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ടും ഞങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ കൂടി അടിയിലൊരു കലാശക്കൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളതിന് പ്രിപ്പയർ ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് കസിൻസിൻ്റെ തുടങ്ങി അവസാനം ആകുമ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് ഓടി. ഈ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ബിക്കോസ് ഈ ഡാൻസ് ഓൾറെഡി ഞാൻ കുറച്ച് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടി കളിക്കുമ്പോൾ ഒരു വൈബാണല്ലോ. അപ്പോൾ അതിൽ ഞാൻ ഏറ്റവും സൈഡിലാണ്, റൈറ്റ് സൈഡിൽ. അത് വൈബായിരുന്നു ആ ഡാൻസ്. അങ്ങനെ അതിൻ്റെ ക്ലിപ്സൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ല, കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ടാണ്. അതൊക്കെ കഴിഞ്ഞ് ആ ഡാൻസ് ഇത്തിരി ലെങ്തി ആയിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ച് ഭാഗത്തിട്ടിടും. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ അത് മാലയിടലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആങ്കറിങ്ങും ഉണ്ടായിരുന്നു. കുറച്ച് നേരം നമുക്ക് ആങ്കറിങ് കേൾക്കാം. ചടങ്ങിനോടനുബന്ധിച്ച് നമ്മൾ ദൈവത്തോടും ഒപ്പം തന്നെ നമ്മുടെ വ്യക്തിത്വം പറഞ്ഞതാണ്. അതിൻ്റെ സിഗ്നേച്ചർ കൂടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ സ്വന്തം എനിക്ക് സ്വന്തം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ 2 പേരും ബാലൻസിലേക്ക് കടക്കുന്നത്. So please put your hands together. അങ്ങനെ അവർ തമ്മിൽ വൈനൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് പുതിയൊരു പരിപാടീസായിരുന്നു, ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ക്രിസ്ത്യൻ വെഡിങ് അറ്റൻഡ് ചെയ്യണം.
അപ്പോൾ അത് കഴിഞ്ഞ് കേക്ക് കട്ടിങ്ങും പിന്നെ പാരൻസിന് കൊടുക്കലൊക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ആങ്കറിങ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഭയങ്കര സംസാരമായിരുന്നു എല്ലാവരും ഫുഡറിൽ. ഇങ്ങനെ ഓരോ സംസാരിച്ച് പിന്നെ ഫുഡ് കഴിക്കാതിരിക്കുന്നു. അപ്പോൾ ഫുഡിൻ്റെ മെനു ഒന്നും ഓർമ്മയില്ല, ബിക്കോസ് കുറേ ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ സംസാരത്തിനുള്ളിൽ ഇതാണ് നമ്മുടെ സുനന്ദ. ജസ്റ്റ് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഫുഡ് കഴിക്കുക. അനുപമ, പിന്നെ നവ്യ, പിന്നെ നമ്മുടെ ജോമോൾ മെയിൻ. ലാസ്റ്റ് എല്ലാവരും ടാറ്റ പറഞ്ഞു, ടൈമായി. അപ്പോൾ എല്ലാവരും പിരിഞ്ഞു. ഇനി നെക്സ്റ്റ് വെഡ്ഡിങ്ങിനോ ഇപ്പോഴേയും കാണാമെന്ന് വെച്ചാൽ. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. See you on next video. Please like, share and subscribe.